ഓൺലൈൻ വിജ്ഞാനകോശ രംഗത്ത് പതിറ്റാണ്ടുകളായി ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള വിക്കിപീഡിയയ്ക്ക് വെല്ലുവിളിയുമായി ഇലോൺ മസ്കിന്റെ ഗ്രോക്കിപീഡിയ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. വിക്കിപീഡിയ ഒരു കൂട്ടായ മനുഷ്യപ്രയത്നമാണ്. ലോകമെമ്പാടുമുള്ള സന്നദ്ധ എഡിറ്റർമാർ ചേർന്നാണ് ഇതിലെ ഉള്ളടക്കങ്ങൾ എഴുതുകയും തിരുത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഗ്രോക്കിപീഡിയയുടെ കഥ മറ്റൊന്നാണ്. മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ XAI വികസിപ്പിച്ച ഗ്രോക്ക് എന്ന AI മോഡലാണ് ഗ്രോക്കിപീഡിയയുടെ ശക്തി കേന്ദ്രം. ഇത് പൂർണ്ണമായും AI ഓട്ടോമേറ്റഡായ ഒരു എൻസൈക്ലോപീഡിയയാണ്. വേഗതയേറിയതും രാഷ്ട്രീയപരമായ പക്ഷപാതങ്ങൾ ഇല്ലാത്തതുമായ വിവരങ്ങൾ നൽകുക എന്നതാണ് ഗ്രോക്കിപീഡിയയുടെ പ്രധാന ലക്ഷ്യമായി മസ്ക് അവകാശപ്പെടുന്നത്. അതേസമയം മനുഷ്യർ എഡിറ്റ് ചെയ്യുന്നതിനാൽ വിക്കിപീഡിയയിലെ ഉള്ളടക്കങ്ങളിൽ ചിലപ്പോൾ പക്ഷപാതങ്ങൾ കടന്നുവരാൻ സാധ്യതയുണ്ടെന്ന വിമർശനങ്ങളുണ്ട്. നിലവിലെ ഡാറ്റാബേസ് താരതമ്യം ചെയ്യുമ്പോൾ വിക്കിപീഡിയയിലെ ഇംഗ്ലീഷ് പതിപ്പിൽ 60 ലക്ഷത്തിലധികം ലേഖനങ്ങളുണ്ട്. എന്നാൽ ഗ്രോക്കിപീഡിയ 0.1 പതിപ്പിൽ 8 ലക്ഷത്തിലധികം എൻട്രികൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ഇത് ഒരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ ചേർക്കുമെന്നുമാണ് XAI വ്യക്തമാക്കുന്നത്. കൂടുതൽ സത്യസന്ധമായ വിവരങ്ങൾ തേടുന്ന ഒരടിസ്ഥാനം എന്നാണ് മസ്ക് ഗ്രോക്കിപീഡിയയെ വിശേഷിപ്പിക്കുന്നത്. മസ്കിന്റെ പുതിയ AI ഉൽപ്പന്നം ഓൺലൈൻ വിവര സമ്പാദനത്തിന്റെ രീതികളെ മാറ്റിമറിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ തേടുന്ന ഉപയോക്താക്കൾക്ക് കൂടുതൽ കൃത്യതയും വേഗതയും പക്ഷപാതരഹിതവുമായ വിവരങ്ങൾ നൽകാൻ ഈ എൻസൈക്ലോപീഡിയയ്ക്ക് കഴിയുമെങ്കിൽ വിവര സാങ്കേതിക രംഗത്തെ ഒരു പ്രധാന നാഴികക്കല്ലായി ഗ്രോക്കിപീഡിയ മാറിയേക്കാം.